കൂടെ ഉള്ളവന്മാരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ വേറെ ആരും കാണത്തില്ല. തമ്മിൽ പിണങ്ങി പോവല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കരഞ്ഞോണ്ടിരുന്നപ്പോ അത് കഴിഞ്ഞ് പടം ഇറങ്ങി കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞങ്ങൾ അറിയണ പടത്തിലുള്ളത്. പിന്നെ ആ പാട്ട് ഇതിലുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് വന്നപ്പോ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. 3-4 പേര് ഇപ്പൊ അടബൊമ്മലെ അടബം അതിലും പാടിയിട്ടുണ്ട്. അതെ, ശരിക്കും ആ ഒരു പാട്ട്, ആ വരി കേൾക്കുമ്പോ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു വിങ്ങലാണ്. വിങ്ങിപ്പിടയാതെ നീ ശരിക്കും പറഞ്ഞാൽ ആദ്യം പാടിയതാണെങ്കിലും ഹിറ്റായത് മറ്റേ ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാൽ. ഓക്കെ, അച്ഛനും മോളും ഒരുമിച്ച് രണ്ടുപേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് പാടാൻ പറഞ്ഞ ഏത് പാട്ട് പാടും? ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നൂരെ മൃദുല പ്രതലമധിക മധുരമതി മനോഹരം. ഇന്ന് ഇൻഫ്രീ മീഡിയയിൽ നമ്മളോടൊപ്പം 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഒരു അച്ഛനും മോളുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിൽ വാഴ 2 എന്ന മൂവി ബമ്പർ ഹിറ്റായിട്ട് ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാ പാട്ടുകളും നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതിലൊരു പാട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ആ കുട്ടി ഗായികയിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടിട്ട് വരാം. അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ, വല്ലാതെ വാടല്ലേ പൂവേ നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ നീ എൻ്റെ പൂന്തണലല്ലേ, തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം നിഖിൽ ചേട്ടനും മകൾ നിളയാണ് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത്. നിഖിലേട്ടാ, ആ നിളമോളെ, നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്താന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, വാഴ 2 ആണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? വാഴ 2 എന്ന് പറയുന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ വാഴ 2 അല്ല, വാഴ 2ലെ പാട്ടുകൾ നിലയ്ക്ക് പാടാൻ പറ്റിയത്. കാരണം വാഴ 1 ഒക്കെ ഏകദേശം ഒരു ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ വാഴ 2 അതിന് ഹിറ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. നിളയുടെ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കോറസ് പാടാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇവർക്കൊരു കോറസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഇവളുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കിഡ്സുകളുണ്ട്. അപ്പോ വിൻസെന്റ് അണ്ണൻ എന്ന് പറയുന്നത് ചെന്നൈയിൽ ആയിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. വിൻസെന്റ് അണ്ണൻ ഓർക്കസ്ട്ര അറേഞ്ചറാണ്, മ്യൂസിഷ്യനാണ്, പാട്ടുകാരാണ്. അപ്പം അദ്ദേഹമാണ് നെല്ലേനെ എപ്പോഴും പാടാൻ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചു. പർവതീഷിന്റെ ഒരു നോർമൽ ഇപ്പൊ തമ്മിൽ പിണങ്ങി പോലെ അത് പാടാൻ വിളിച്ചത്. അത് കുറെ കോറസ് ഉണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിലയുടെ വോയിസ് ഇഷ്ടപ്പെട്ടപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നുകൂടെ വിളിച്ചിട്ട് പാടിച്ചു. ജസ്റ്റ് ഒന്ന് പാടിച്ചു വെച്ചതുള്ളൂ. ചിലപ്പോ യൂസ് ചെയ്യാതിരിക്കാം, സിനിമയാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പടം ഇറങ്ങി കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞങ്ങൾ അറിയണ പടത്തിലുള്ളത്. എല്ലാവരും ടാഗ് ചെയ്ത് എന്നെ ഇങ്ങനെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങളത്തെ അതിനു മുമ്പ് വാനിലെ ചെടിയെ നമ്മുടെ ഹാസ്മിത്ത് എന്നാണ് പുള്ളിയുടെ പേര്, നമ്മുടെ രജത്ത് എന്ന പേര്, വാനിലെ ചെടി അതിലൊക്കെ പാടിയിട്ടുണ്ട്. ഞങ്ങൾ വെച്ചാൽ അതായിരിക്കും, അതിൽ 2 പേരുണ്ട്. അപ്പൊ ആ 2 പേരുമായിരിക്കും പടത്തിലുണ്ടാവുക എന്ന് വരച്ചു. പക്ഷെ ഇത് അതുപോലെ ഈ പർവതീഷ് വാഴ 2ലേക്കാണ് പാടാൻ വിളിക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് ഒരു പടമായിരിക്കും. ഇതിന്റെ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, പർവതീഷ് ഉണ്ട്, പിന്നെ അശ്വിത് ഉണ്ട്. അതെ അതെ. അപ്പൊ ഇതിലൊരു 3-4 പേര് ഇപ്പൊ അടബൊമ്മലെ അടബം അതിലും പാടിയിട്ടുണ്ട്. ആ കോറസ് ഒക്കെ പാടിക്കുന്നത് നിളയും പിന്നെ കൂട്ടുകാരും ഉണ്ട്. അപ്പൊ ചിന്നു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്, വന്യപ്പണിക്കര് അല്ലെ. അപ്പൊ ഇവരിങ്ങനെ കോറസ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഏത് പടമാണ് അതൊന്നും അറിയില്ല. ഇവര് വരുന്ന ഇപ്പൊ എറണാകുളത്താണല്ലോ മിക്ക സിനിമയിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
അങ്ങനെ പാടി പടം ഇറങ്ങിയപ്പോഴാണ് ഈ പാട്ടാണ്, ആ ഈ പാട്ട് മഴയിൽ തന്നെയാണ് അതെ. അറിയാം. ആ ഇപ്പൊ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പാട്ട് തിയേറ്ററിൽ കേട്ടപ്പോ എന്നാ തോന്നിയിരുന്നേ? ഞാനത്ര പ്രതീക്ഷിച്ചില്ല. തിയേറ്ററിൽ ഞാൻ വാനിലച്ചെടിയെ മാത്രമാണ് പ്രതീക്ഷിച്ചത്. പിന്നെ ആ പാട്ട് ഇതിലുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് വന്നപ്പോ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. അതെ, ഇപ്പൊ ശരിക്കും ആ ഒരു സിനിമ കണ്ടപ്പോ നമ്മളെല്ലാരും ഒരുപാട് ശരിക്കും ഒപ്പം തന്നെ ഒരുപാട് കരഞ്ഞൊരു മൂവി തന്നെയാണ്. അപ്പൊ ആ ഒരു കരഞ്ഞ സമയത്ത് ഈ ഒരു മോളുടെ വോയിസ് കൂടി കേട്ട് കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? ചുറ്റുമുള്ള എല്ലാരും കരഞ്ഞുകൊണ്ടിരിക്കല്ലേ, എന്താ തോന്നിയിട്ടുണ്ടായിരുന്നേ? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കരഞ്ഞോണ്ടിരുന്നപ്പോ എല്ലാവരും കരഞ്ഞോണ്ട് കൊച്ചിന് സന്തോഷമായിരുന്നു, കാരണം നല്ല പാട്ടാണല്ലോ. കൊച്ചു കരയുമായിരുന്നു, അതിനിടയ്ക്ക് ഇവക്ക് സന്തോഷം കൊള്ളാലോ എന്റെ വോയിസ് ആണല്ലോ അല്ലേ. ഇപ്പൊ എക്സ്പെക്ട് ചെയ്യാതെയാണ് വാഴ 2 കണ്ടപ്പോ ഈ ഒരു പാട്ട് കേട്ടത്. അപ്പോ ആ ഒരു മൊമെന്റില് എല്ലാരും കുറെ ടാഗ് ഒക്കെ ചെയ്തു. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ. 2 വരി വാനില ചെടിയ പാട്ട് നമ്മൾ ആദ്യമേ തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോ എൻഡ് ആവാറായപ്പോഴാണ് മറ്റേ സോങ് വരുന്നതല്ലോ. അപ്പൊ കുഞ്ഞു വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അവസാനം ആകുമ്പോഴെങ്കിലും എന്റെ പാട്ട് വരുമോ, അല്ലെങ്കിൽ ഈ ഒരു പാട്ട് മാത്രമായിരിക്കോ എന്റെ ഉണ്ടാവുള്ളൂ എന്ന്? ഞാൻ ഈ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് അത് ക്ലൈമാക്സ് സീനിൽ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലെ, ഒരു ആനന്ദ കണ്ണീരായിരുന്നു അല്ലെ. ഇപ്പൊ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളുടെ പാട്ട് തിയേറ്ററിൽ കേൾക്കുന്നത് അതേ വളരെ ചെറുപ്പത്തിലേ മുതൽ, ചെറുപ്പം എന്ന് പറയാനായിട്ട് ഇപ്പോഴും വളരെ ചെറുതാണ്, 10 വയസ്സേ ഉള്ളൂ അല്ലെ. അപ്പോഴേ കുഞ്ഞിന്റെ പാട്ട് തിയേറ്ററിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 കൂടുതൽ പാട്ടുകൾ പാടി സിനിമകളിലെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ എന്താണ് ചേട്ടന് തോന്നിയിട്ടുണ്ടായിരുന്നത്? അച്ഛൻ മറ്റേ ഉദയനാണ് തരത്തിൽ സലീം ഇരിക്കില്ലേ, ഇങ്ങനെ പടം കാണുമ്പോഴത്തേക്കും ഒരു വിഷയല്ലേ, ആ സെയിം സാധനം തന്നെയാണ്. ഒരു അഭിമാനമുണ്ട്, നമ്മുടെ കൊച്ച് നല്ലൊരു സിംഗർ ആവണം, നല്ലൊരു പ്ലേബാക്ക് സിംഗർ ആവണം, നല്ലൊരു മ്യൂസിഷ്യൻ ആവണം എന്ന് ഏതൊരു അച്ഛനമ്മമാരെ പോലെ ആഗ്രഹിക്കുന്നു. അപ്പം ഞാനൊരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും പിള്ളേര്, ഒരു 400 പിള്ളേരെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഇപ്പൊ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്നുള്ള പരിപാടിയിൽ നിന്നും കുറെ പേര് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും നല്ല ടാലന്റഡ് സിംഗേഴ്സ് ആണ്. പിള്ളേരൊക്കെ എന്ത് പാട്ടാണ് പാടുന്നത്, ഉഗ്രനായിട്ട് പാടുന്നതാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിളേനെ എങ്ങനെ ഇതിലേക്ക് ഇറക്കും, ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അത് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഇങ്ങനെ ഒരു വലിയൊരു പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയത്. അതിന് പർവതീഷ് പ്രദീപിനോട് വളരെ വലിയൊരു താങ്ക്സ്, പിന്നെ ഹാസ്മിത്തിനോടും വലിയൊരു താങ്ക്സ് ഉണ്ട്. അതെ, കുഞ്ഞു പാടിയിരിക്കുന്നത് സൂര്യ സന്തോഷ് എന്ന് പറയുന്ന ഗായകന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ 2ാമത്തെ പാട്ടാന്ന് തോന്നുന്നു അല്ലെ, നമ്മുടെ ആശാ മൂവിയിലെ പാട്ട് അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പൊ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു മോളെ? സൂര്യ സന്തോഷേട്ടന്റെ കൂടെ പാടിയപ്പോ ഞാൻ സെക്കൻഡ് ടൈം പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. റിലേറ്റീവ്സ് ഒക്കെ എന്റെ ഫോണിൽ ഇങ്ങനെ വിളിച്ച് നന്നായിട്ട് പാടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതെ അല്ലേ. ഇപ്പൊ ആദ്യത്തെ പാട്ട് ആശാ മൂവിയിലെ പാട്ടായിരുന്നു സൂര്യ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ ഒരു പാട്ട് നമ്മളെല്ലാവരും റീൽസിലൂടെ ആണെങ്കിലും സ്റ്റോറികളിലൂടെ ആണെങ്കിലും ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു വിങ്ങലാണ്. അതിന്റെ കോറസ് പാടിക്കുന്ന ഇതേപോലത്തെ കുഞ്ഞു കുട്ടികളാണ്. ആ 2 വരി നമുക്കൊന്ന് കേട്ടാലോ, ആശാ മൂവിയിലെ പാട്ട്. അപ്പൊ സൂര്യ സന്തോഷം എന്റെ ഫ്രണ്ടാണ്. സൂര്യ സന്തോഷിന്റെ ഒപ്പം മോള് പാടുന്നതിൽ വളരെ ഒരു അഭിമാനമുണ്ട്. അപ്പൊ സൂര്യ സന്തോഷിന്റെ ആ വരി അല്ലെ പാടാം. വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ. വളരെ മനോഹരാണ് ശരിക്കും പറഞ്ഞ മോളുടെ വോയിസിൽ. നമ്മളെല്ലാരും മെൽറ്റായിട്ട് പോകുന്ന ഒരു വോയിസ് ആണ്. ഇപ്പൊ 10 വയസ്സേ പ്രായമുള്ളൂ. അപ്പൊ എന്ന് തൊട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നതിലേക്ക് വന്നതും മോളുടെ കഴിവ് തിരിച്ചറിഞ്ഞത് ഇപ്പൊ തൊട്ടാ? അത് ഞാൻ വീട്ടില് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി പാടുന്നത്, നമ്മള് പാട്ട് പാടുമ്പോ കൊച്ചിങ്ങനെ നോക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ 2-3 ലൈനൊക്കെ പാടി തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് അറിയണത് ഇവള് പാട്ടുകാരി തന്നെയാണെന്ന്. അപ്പൊ ഞങ്ങള് പാട്ട് കേൾപ്പിച്ചോണ്ടിരിക്കും. ഇപ്പൊ കേൾവിജ്ഞാനം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ നമ്മള് മലയാളം പഠിച്ചത് എങ്ങനെയാ, നമ്മുടെ അച്ഛനും ആദ്യം അച്ഛനല്ലോ നമ്മൾ പറഞ്ഞതല്ലേ, അവര് പറയുന്നത് കേട്ടല്ലേ. അതുപോലെ തന്നെ മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഈ കൊച്ചുങ്ങളുടെ ഇത് ഗ്രാസ്പ് ചെയ്യും അതിനെ. എന്നിട്ട് അവരുടെ പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് പാടിയിരിക്കും. എന്റെ കുറെ ജോണേഴ്സിലുള്ള പാട്ട് ഇങ്ങനെ കേൾപ്പിച്ചു. ഒരു ദിവസം ഇങ്ങനെ ഒരു 2 വരെയും കൊണ്ട് പാടി. അപ്പൊ ആ സമയത്ത് മനസ്സിലായി പാട്ട് പാടാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ പാട്ട് പഠിപ്പിച്ചു. ചോറ്റാനിക്കര സജിനി ടീച്ചറുടെ അടുത്താണ്, എന്റെ ഗുരുനാഥയാണ്. ടീച്ചറുടെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. അത് കർണാട്ടിക് മ്യൂസിക്. ഫിലിം സോങ്സ് ഞങ്ങൾ ഇങ്ങനെ പാട്ട്
ഫിലിം സോങ്സ് അങ്ങനെ പഠിപ്പിക്കാറില്ല, ഇവിടെ കേട്ട് പഠിക്കുക ആണല്ലേ? ഓരോ പാട്ടുകൾ. ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് സ്കൂളിലല്ലേ? സ്കൂളില് ആലിപ്പഴം പെറുക്കാൻ. സ്റ്റുഡിയോയിൽ ഏത് പാട്ടായിരിക്കും ആദ്യമായിട്ട് പാടിയിട്ടുണ്ടായിരിക്കും മൂവിക്ക് വേണ്ടിട്ട്? മൂവിക്ക് വേണ്ടിട്ട് എം ജയേന്ദ്രൻ സാറിന്റെ അല്ലേ ഫസ്റ്റ്? ആണോ? ചന്ദ്രൻ സാറിന്റെ. ഏത് പാട്ടായിരുന്നു അത്? ഇല്ലല്ലേ? കണ്ടേ കണ്ടേ അങ്ങനെ ഒരു പാട്ടാണ്. അങ്ങനെ ഒരു പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല പടം. പിന്നെ രണ്ടാമത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആദ്യം പാടിയതാണെങ്കിലും ഹിറ്റ് ആയത് മറ്റേ ചെമ്പഴുക്കല്ലേ, തുടരും മൂവിയിലെ ലാലേട്ടന്റെ കൂടെ ഉള്ള. അത് ഒരു ദിവസം വിൻസെന്റിനെ വിളിച്ചിട്ട് കുഞ്ഞു പാടൂലാണ്, അപ്പൊ ഒന്ന് വിടണം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇട്ടപ്പോ എം ജി സാറിന്റെ കൂടെയാണ്. അപ്പോ സാറിനെ കണ്ടു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ചെമ്പ്, അപ്പൊ മറ്റേ ഇതും പാടാൻ വന്നിരിക്കുവായിരുന്നു സാറ്, തിരുമല മുരുകനിക്ക്. രണ്ടും പുള്ളി ഒറ്റ ദിവസം തന്നെ പാടിയ പാട്ടായിരുന്നു. തുടരും ഇവര് കോറസ് ആദ്യം പാടി, അത് കഴിഞ്ഞാൽ പുള്ളി ചെമ്പ് എഴുകാന്ന് അത് പാടിക്കാം. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പു കുലക്കണതാര്, അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കുത്തി കുത്തോടുമാന, തൂ വെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്ന് കണ്ടേ, ചെന്തമിഴിൻ തേൻകുടങ്ങി പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ്, എന്തൊരു ചേലാണ്, നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. ഇപ്പൊ അതിന്റെ റെക്കോർഡിങ് ചേട്ടൻ ഇട്ടേക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ എം ജി സാറ് മക്കളെ 4 പേരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ടാണ് ആ പാട്ട് പാടുന്നത്. അത്രയും വലിയൊരു സിംഗർ. ഇപ്പൊ ചേട്ടനൊക്കെ ജഡ്ജൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്ന ആള് തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ മകൾ ഇങ്ങനെ പാട്ട് പാടുന്നു, അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് പാട്ട് പാടുന്നു ഇത്രയും ചെറിയ പ്രായത്തില്. ചേട്ടൻ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കിന് ഒരു ഇതുണ്ട്, പവർ ഉണ്ട്. മ്യൂസിക്കാണ് നമ്മളെ എല്ലായിടത്തേക്കും ട്രാവൽ ചെയ്യിക്കുന്നത്. മ്യൂസിക് കാരണമാണ് ഇപ്പൊ നിങ്ങള് നമ്മുടെ ഇന്റർവ്യൂ നടന്നത്. അപ്പം മ്യൂസിക് അതൊരു ഗോഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ തന്നെ അതുമായിട്ട് നല്ലൊരു ബന്ധത്തിലായി കഴിഞ്ഞാൽ നമ്മളെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കും. അപ്പൊ അതുകൊണ്ട് അത് എല്ലാം മ്യൂസിക് കാരണം സംഭവിച്ചാണ്. അപ്പൊ ഇങ്ങനെ വിളിക്കുന്നു. പിന്നെ ജനിക്കുമ്പോ തന്നെ ഒരു കഴിവ് വേണം. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കുറെ പടങ്ങളിൽ കൂടെ പാടാൻ ഇപ്പൊ സോളോ വേറെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇപ്പൊ കുഞ്ഞിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കലാകുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ചേട്ടന്റെ സിസ്റ്ററും സിംഗറാണ് അല്ലെ? സിംഗറാണ്. അപ്പൊ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞു, ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പൊ നിഖിലേട്ടനാണ് വരുന്നത്, നിഖിൽ രാജാണ് വരുന്നത് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ശരണേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന നിഖിലേട്ടനാണോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ചേച്ചിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ, ഇപ്പോഴും ചേട്ടനെ തിരിച്ചറിയുന്നത് ആ ഒരു ലേബിള് വെച്ചിട്ടാണ്. എന്താ അപ്പോ തോന്നുന്നേ? സ്റ്റാർ സിംഗർ 2007 നടന്ന സീസൺ അല്ല, ഞങ്ങളുടെ ഫസ്റ്റ് 2006 ഉണ്ടായിരുന്നു. പിന്നെ 2007 ഞങ്ങളുടെ സ്റ്റാർ സിംഗർ ആയിരുന്നു ഹിറ്റ് ആയത്. നജീബ് വർഷാദായിരുന്നു വിന്നർ ആയിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും നല്ല ബന്ധമാണ് ഇപ്പോഴും. സ്റ്റാർ സിംഗർ നമ്മുടെ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അന്ന് അത്രയും പിള്ളേര്, നമ്മൾ 47 മെമ്പേഴ്സ് ആയിരുന്നു അന്ന്. ആ 47 പേരെ എല്ലാവരും കാണാതെ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് വരെ അറിയാം, അതിന്റെ പാട്ട് വരെ അറിയാം. കാരണം അന്ന് ഇന്റർനെറ്റ് എന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ല, സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടില്ല. ആകെ ഉള്ളത് ഏഷ്യാനെറ്റും അങ്ങനെ കുറച്ച് ചാനൽ എല്ലാം ഉണ്ട്. ഗൂഗിളൊക്കെ വരുന്നുള്ളൂ, ബഫറിങ് ഇങ്ങനെ നമ്മുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വേറെ എന്റർടൈൻമെന്റ് ഇല്ല. സീരിയലിൽ ഉണ്ടായിരുന്നെങ്കിലും അപ്പം ആ പാട്ട് പരിപാടി അങ്ങോട്ട് ഹിറ്റായി. തീർച്ചയായിട്ടും. പക്ഷെ ഇക്കാലത്ത് അത് ഇറങ്ങി എത്രത്തോളം ഹിറ്റാവുന്ന എനിക്കറിയില്ല. പക്ഷെ അന്ന് ആൾക്കാർക്ക് അത് വൈകുന്നേരം 7:30 8 മണിക്കായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ രാവിലെ 10 മണിക്ക് ഒരു റിപ്പീറ്റേഷൻ. അത് കഴിഞ്ഞ പിന്നെ ഇല്ല, കാണാൻ പറ്റില്ല. ഇന്ന് അങ്ങനെയല്ലോ, ഹോട്ട്സ്റ്റാറില് നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, മറ്റത് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനൽ വരുന്നത് കണ്ട ആൾക്കാർ, അതുകൊണ്ട് തന്നെയാണ് ഒരു അറിയപ്പെട്ടതും. പിന്നെ ആ വഴിയാണ്. പിന്നെ 2010 ഞാൻ സൂപ്പർ സ്റ്റാറിനോട് പാടിയായിരുന്നു അമൃതയിൽ, അതിൽ സെക്കൻഡ് ആണ് എനിക്ക്. അപ്പോഴാണ് എം ജയേന്ദ്രൻ സാറിനെ പരിചയപ്പെടുന്നത്. രതിനിർവേദത്തിലേക്കുള്ള വഴി. ഓക്കെ. നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ, നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ, കണ്ണാരും പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലി മുട്ടിലൊളിച്ചു കളിച്ചില്ലേ.
ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു പാട്ട് ശരിക്കും ഒരു നാട്ടിൻപുറം ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ പാട്ടുകൾ കേട്ടിട്ടാണ് എണീക്കുക. അപ്പൊ അതില് എപ്പോഴും കേൾക്കാനുള്ള ഒരു പാട്ടില് ഒരു പാട്ടായത്. അതുപോലെ തന്നെ ഗദ്ദാമെന്ന മൂവിയിലെ നാട്ടുവഴി അതുപോലെയുള്ള പാട്ടുകളാണ് ഞാൻ സ്ഥിരം കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് ഏറ്റവും എന്റെ ഒരു ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടൊന്ന് നേരിട്ട് കേൾക്കണമെന്നായിരുന്നു. അതിപ്പോ സാധിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ മോള് അച്ഛന്റെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ? അങ്ങനെ ചോദിച്ചാ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോയില് കണ്ടിട്ടുണ്ട്. എന്താ അപ്പൊ തോന്നിയിട്ടുണ്ടായിരുന്നേ? അവള് ചിരിക്കുക എന്റെ പണ്ടത്തെ കോലം കണ്ടിട്ട്. ഞാൻ റീസെന്റ് ആയിട്ട് ചേട്ടന്റെ മന്മദരാസ പാട്ട് കണ്ടിട്ടുണ്ട്. അന്ന് പിന്നെ എനിക്ക് എത്ര 22 വയസ്സോ 21 വയസ്സോ ആ ടൈമിലാ. വളരെ ചെറിയ ചെക്കനായിരുന്നു. അതെ, അത് ഭയങ്കര എനർജി ആയിട്ട്. അങ്ങനെ ഒരു പിന്നെ ഈ നാട്ടുവഴിയിൽ നിന്നുള്ള പാട്ട് എനിക്ക് എപ്പോഴും മഴയൊക്കെ ഇന്നലെ കൂടെ അയച്ചു തന്നു. മഴ പിന്നെ ഞാൻ പറയാം കോതമംഗലത്തെ വീട്, അവിടെ മഴയൊക്കെ പെയ്തപ്പോ കുറെ പേര് പാടത്തിന്റെ അവിടെ നിന്ന് താവള കരയുന്നതും ഒക്കെ എന്റെ പാട്ട് ഇങ്ങനെ ഇട്ടിട്ട് ടാഗ് ചെയ്യും നാട്ടുവഴിയില്. അപ്പൊ ഈ മഴ പെയ്യുന്നു, അപ്പൊ ഏകദേശം ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്ക് എന്റെ പാട്ട് ഒരു 10,900 പേര് ഇങ്ങനെ ടാഗ് ചെയ്യും എന്നെ തന്നെ. അപ്പൊ ഞാൻ എല്ലാരെയും ആരും ബുദ്ധിമുട്ടി വിഷമിപ്പിക്കില്ല, എല്ലാം ഞാൻ എടുത്ത് സ്റ്റോറി ഇടും. അതെ, നല്ല പാട്ടാണ്. ഇപ്പൊ തോന്നുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു പാട്ടിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. ഇപ്പോഴത്തെ കാലത്തെ പാട്ടും പണ്ടത്തെ കാലത്തെ പാട്ടും എല്ലാവരും ഇപ്പൊ 2K കിഡ്സ് ആണെങ്കിലും പഴയ പാട്ടുകളോടാണ് അവർക്ക് എല്ലാവർക്കും താല്പര്യമായിട്ടുള്ളത്. ഇപ്പൊ ആ പാട്ട് എനിക്ക് തന്ന എം ജയന്ത സാറിനോടും പിന്നെ അതിന്റെ ലിറിക്സ് കാട്ടാക്കട ചേട്ടനോട് ഒരു വലിയ താങ്ക്സ്. അതെ, ഇപ്പൊ ചേട്ടൻ അന്ന് കണ്ടസ്റ്റന്റ് ആയി നിന്ന ടൈമില് അവരെല്ലാവരും ജഡ്ജസ് ആയിരുന്നു. ഇപ്പൊ അവരുടെ കൂടെ ഒരുമിച്ച് ഷോ പങ്കിടുകയാണ്, ലൈവ് ഷോസ്. ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഇപ്പൊ എം ജി ശ്രീകുമാർ സാറാണെങ്കിലും എം ജയന്ദർ സാറാണെങ്കിലും ശരത് സാറ് എല്ലാവരും നമ്മളങ്ങനെ മറന്നില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് എല്ലാ പിള്ളേരും. അവരെ ഷോസിനൊക്കെ മാക്സിമം കൊണ്ടുപോകും. ചിത്ര ചേച്ചിയെ കണ്ടില്ലേ, റിയാലിറ്റി ഷോ പാടി ഓരോ ആൾക്കാരൊക്കെ കൊണ്ടുപോകും. അവര് നല്ലൊരു സഹകരണമാണ്. എല്ലാവരും പിള്ളേരും ഉയർന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സിൽ ഈ അടുത്ത പോലെ വരണമെന്നാണ് ആഗ്രഹം. കിട്ടി കഴിഞ്ഞാൽ പോകും. അതെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മാനം മേടിക്കുക എന്നുള്ളതല്ലായിരുന്നത്, എക്സ്പീരിയൻസ് സ്റ്റേജിൽ കയറി പാടാനുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. അതൊക്കെ ഉണ്ട്. ഞാൻ ശാസ്ത്രങ്ങളുടെ മുമ്പ് ഗാനമേളയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഗാനമേളയ്ക്ക് പാട്ടൊരു ശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ശാസ്ത്രങ്ങൾ അത്രയെങ്കിലും പാടാൻ പറ്റിയത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാം. ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വേണം. വേറെ ആളാണെങ്കിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് അല്ലേ? അതെ അതെ, എക്സ്പീരിയൻസ് ആണ് എല്ലാത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. മോൾക്ക് പേടിയുണ്ടോ സ്റ്റേജിൽ കയറുന്നത് പാടാനായിട്ട്? ഇല്ല, പണ്ട് ഓഡീഷനൊക്കെ ഞാൻ ടോപ്പ് സിംഗർ 6 തന്നെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഡീഷനിൽ കുറച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഇതില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അല്ലേ? ടോപ്പ് സിംഗറിൽ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് വേറെ പേടിയൊന്നും ഉണ്ടായിരുന്നു. ആണല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിലമോളുടെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാ? എന്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ അർജിത് സിംഗ് ചേട്ടനാണ്. ആണല്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് അല്ലെ, അച്ഛന്റെ പേര് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതാണ് ഫസ്റ്റ്, പിന്നെ അർജിത് സെക്കൻഡ്. നമുക്ക് അങ്ങനെ പറയാം അല്ലെ? നിലമോളെ അച്ഛൻ പാടിയ പാട്ടില് ഇപ്പൊ മല്ലു സിംഗിലെ പാട്ട് പാടിയിട്ടുണ്ട്, കമ്മത്താൻ കമ്മത്തിലെ പാട്ട് പാടിയിട്ടുണ്ട്, ഇപ്പൊ രതീന്ദ്രവത്തിന്റെ പാട്ടുകൾ, ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ നമുക്ക്? എനിക്ക് നാട്ടുവഴിയിലെ പാട്ടാണ് അല്ലെ? ഓക്കെ, അച്ഛനും മോളും ഒരുമിച്ച് രണ്ടുപേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് പാടാൻ പറഞ്ഞ ഏത് പാട്ട് പാടും? മിന്നലുള്ള പടം ജെയ്ക്സേട്ടന്റെ ഒരുപാട് കോറസ് സെക്ഷനിലൊക്കെ പാടിയുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം കൂടി ഉണ്ടായിരുന്നു ജെയ്ക്സേട്ടന്റെ ഒരു ഇതല്ലേ. ജെയ്ക്സേട്ടന്റെ ഒരു പാട്ട് പാടാം. ഓക്കെ. ഈറൻമുടി കോതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്, രാവിലെ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ട് നല്ലീളം കാറ്റ്, കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ, നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, പാരിതിൽ നാം പോയിടാം, വിണ്ണതി പോലൊഴുകിടാം.
മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ. ഇപ്പൊ ഒരുമിച്ച് പാടുന്നത് കേൾക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ വീട്ടില് ഒരു സംഗീത കുടുംബമാണല്ലോ, അപ്പൊ ഒരുമിച്ച് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ടോ? അച്ഛൻ ക്ലാസ് എടുക്കാറുണ്ടോ മോളെ? അച്ഛൻ ക്ലാസ് എടുക്കാറുണ്ട്. എങ്ങനെയാ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സാറായിട്ടാണോ നിൽക്കുന്നത്, അതോ ഭയങ്കര പാവ അച്ഛനായിട്ടാണോ നിൽക്കുന്നത്? ഇല്ല, ഞാനും ക്ലാസ് എടുക്കാറില്ല. ഞാൻ വേറെ സ്റ്റുഡൻസിന് ക്ലാസ്, ഓൺലൈൻ ക്ലാസ്. ഇവള് നിളക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ, പാടുമ്പോ മൈക്ക് പൊസിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പാട്ടുകള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. ഇങ്ങനെ പാട്ട് പഠിക്കണം നിള, ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ പാട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ അവള് പഠിക്കും. കേട്ട് പഠിക്കുക, എന്നിട്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പഠിക്കാം. കർണാട്ടിക് പഠിക്കുന്നത് ഞാൻ പറഞ്ഞ സജിൻ ടീച്ചർ എടുത്ത്, സജിനി എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്, പുള്ളിക്കാരത്തിന്റെ അടുത്താണ് പഠിക്കുന്നത്. അതെ, ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് റിഹേഴ്സൽ ചെയ്യാറുണ്ടായിരിക്കുമല്ലോ. ആ സെക്ഷൻ എങ്ങനെയുണ്ട്? അത് നമ്മള് യൂട്യൂബിലേക്ക് നമ്മുടെ കരോക്കെ പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോ വരിയൊക്കെ പാടുന്നു. അങ്ങനെ പാടി നമ്മളൊരു 3-4 തവണ പാടി നോക്കുമ്പോ ഓക്കെ ആവാറുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേജിൽ ഒരുമിച്ച് ഇതുവരെ അങ്ങനെ പാടിയിട്ടില്ലല്ലേ? പാടിയിട്ടുണ്ട്, ഒരു ഗാനങ്ങളൊക്കെ എന്തോ പാടിയിട്ടുണ്ട്. ഇനിയിപ്പോ പാട്ട് നമ്മള് പതുക്കെ ഇറങ്ങണം. അതെ, ഇപ്പൊ ഭയങ്കര വലിയ ഹിറ്റായിട്ടൊക്കെ നിൽക്കുകയാണല്ലോ. അതെ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ തുടരും മൂവിയുടെ 1 year സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പാട്ടും അതില് പാട്ടും സിനിമയും ഒക്കെ അടിപൊളിയായിട്ട് ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് അത്രയും ഹിറ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ തിരിച്ച് സ്കൂളിൽ പോയല്ലോ. അപ്പൊ എങ്ങനെയാ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു സെലിബ്രിറ്റി ആയിട്ടാണോ എല്ലാവരും കണ്ടേ? സെലിബ്രിറ്റി, അത് ഞാൻ ഫസ്റ്റ് ആയിട്ടല്ലേ പാട്ട് പാടുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതത്ര ഇതില്ലായിരുന്നു. പക്ഷെ ഇനി ഇപ്പൊ സ്കൂൾ അടച്ചില്ലേ, ഇനി പോകുമ്പോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിരിക്കും അല്ലേ? അതെ, ഇപ്പൊ ഒരു സെലിബ്രിറ്റിയുടെ മകളാണല്ലോ, അച്ഛനൊരു സെലിബ്രിറ്റി സ്റ്റാർ ആണല്ലോ. അപ്പൊ സ്കൂളിൽ ചെന്ന ടൈമില് അച്ഛനെ അറിയുമെന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അച്ഛനെ പൊതുവെ സ്കൂളിൽ എല്ലാവർക്കും അറിയാം. എല്ലാ ഫംഗ്ഷനും ഗസ്റ്റ് ആയിട്ട് വരാറുണ്ട് അച്ഛൻ. അന്ന് ഒരു ഓണത്തിന് വന്നായിരുന്നു. എന്നിട്ട് പാട്ടൊക്കെ പാടി എന്നെ സ്റ്റേജിലോട്ടൊക്കെ വിളിച്ച് അങ്ങനെയായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ അത്? പിന്നെ അച്ഛൻ കൂടുതലായിട്ട് സ്കൂളിൽ പോവായിരിക്കണം നല്ലത്. കാരണം ഞാൻ ബാക്കിയുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമ്മളങ്ങനെ ഞാൻ എന്നെ പ്രോത്സാഹിപ്പിക്കല. കാരണം എന്റെ മോളെന്നുള്ള കൺസിഡറേഷൻ ഒന്നും അങ്ങനെ അതിന്റെ ആവശ്യമില്ല. സാധാരണ ഒരു കുട്ടിയായിട്ട് തന്നെ എല്ലാവരും ഇടയിൽ പഠിച്ചാൽ മതി. കാരണം പിന്നെ ആളുടെ മോളെന്നുള്ളൊരു, അതുകൊണ്ട് തന്നെ ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ വേറെ കാരണം പറഞ്ഞു, വേറെ ആരെങ്കിലും വിളിച്ചോ നിങ്ങള്? അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇതാവാൻ പാടല്ലോ. സ്കൂളിലെല്ലാരും തുല്യരല്ലേ? ഇനിയിപ്പോ നിളമോളായിരിക്കും സെലിബ്രിറ്റി അല്ലേ? ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും പാട്ടിറങ്ങി? പിന്നെ ഫ്ലവേഴ്സിലല്ലാണ്ട് വേറെ എവിടെയും പോയിട്ടില്ല. നാളെ നമ്മുടെ ഉദയ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള, അവിടെ ഒരു സ്വീകരണം ഉണ്ട്. പിന്നെ നാളെ വൈകുന്നേരം പൂത്തോട്ട എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ഗ്യാരേജ് പുതിയ തുടങ്ങുന്നത്, അതിന്റെ ഉദ്ഘാടനം ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ നമ്മുടെ വാഴ വണ്ടിലും പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അതിമനോഹരം. ആ ഒരു പാട്ടൊന്ന് പാടാമോ? ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നോടെ മൃദുല പ്രതലമധിക മധുരമതി മനോഹരം മാനത്തെ അമ്പിളിച്ചേലത്തെ ചുണ്ടിൽ കൊണ്ടുവരാനായി സാധിച്ചിരുന്നു കാറ്റിലും കോണിലും കൂട്ടു പങ്കിടുവാൻ മതി മരുമോളം. വാഴ മൂവിയിലെ അടിപൊളി പാട്ടാണ്. ഇപ്പൊ മോള് പാടിയ പാട്ടുകള് എല്ലാവരും സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് മെൻഷൻ ചെയ്യുമല്ലോ. ചേട്ടനപ്പൊ എന്താ തോന്നാ? ഇതെനിക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പാട്ട് ഇവിടെ പാടുന്ന ഞാൻ അറിഞ്ഞത്. സത്യം കിട്ടും. കാരണം ഈ പടം ഇറങ്ങി എല്ലാരും, അപ്പൊ ഞങ്ങള് മറ്റേ പറഞ്ഞ പോലെ വാനില ചെടി 2 പാടിയുണ്ട്, അത് കേൾക്കാന്ന് വിചാരിച്ച് പോണെന്ന് വിചാരിച്ചിരിക്കുമ്പോ അനിയും പോയി പടം കണ്ടു. അപ്പൊ വാനില ചെടിയിൽ നിലയുടെ പോർഷൻ ആ സമയത്ത് എന്തോ ഡയലോഗ് ഒക്കെയാ. അപ്പൊ സാത്വിക എന്ന് പറഞ്ഞ കുട്ടി പാടിയിട്ടുണ്ടായിരുന്നു, അതെന്റെ ഫ്രണ്ടിന്റെ മോളാണ്.
അപ്പൊ അതുണ്ട്. അപ്പൊ നിളയുടെ വോയിസ് ഇല്ല, പടത്തില് വോയിസ് ഇല്ല അല്ലെ. അപ്പൊ പിന്നെ ഇനിയിപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം, ഇനിയിപ്പൊ സങ്കടം ഉണ്ടെന്ന് വെച്ചിട്ടേ. അപ്പം ഇനിയിപ്പം പടത്തിന്റെ കാര്യമില്ല, ഈ ഡയലോഗ് വരെ വരുന്നത് പാട്ട് കട്ടാവും. അപ്പൊ അങ്ങനെ പറയുമ്പോ നകുൽ, അനിയന്റെ പേര് നകുൽ എന്നാണ്, ആള് വീണ ആർട്ടിസ്റ്റ് ആണ്, എല്ലാരും കലാകാരന്മാർ തന്നെയാണ്. അപ്പൊ അവൻ പറഞ്ഞു, പക്ഷെ ലാസ്റ്റ് എല്ലാരും കരഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചിന്റെ വോയിസ് വരുന്നുണ്ട്, അത് നിളയുടെ വോയിസ് ആണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ ഞങ്ങൾ നിലയുടെ വോയിസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പർവ്വതീഷ് പാടിച്ച കാര്യമൊക്കെ ഞാൻ വേറെ പാടാന്ന് വിചാരിച്ചു, വാഴയാണെന്ന് നമ്മളറിയില്ല. അത് കഴിഞ്ഞ് ഓരോരുത്തർ ടാഗ് ചെയ്ത് തുടങ്ങി തിയേറ്ററിൽ നിന്ന്, എടാ നിന്റെ കൊച്ചിന്റെ വോയിസ് ആണോ, ലാസ്റ്റ് നിളാരാജ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. അപ്പൊ ഞാൻ അപ്പോഴാണ് നമ്മൾ ഒന്ന് ഞാനന്ന് ഫസ്റ്റ് ഒന്ന് പോയി കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇവളും കൂടെ പോയി കണ്ടു. അപ്പൊ ഇവളുടെ വോയിസ് തന്നെ. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത്. പിന്നെയാണ് ഞാൻ ഗാന ആപ്പും മറ്റേ ഇതിലൊക്കെ എടുത്ത് നോക്കിയത്, സ്പോട്ടിഫൈ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് സൂര്യ സന്തോഷം നീളാന്ന് പേര് കണ്ടത്. മറ്റേത് പടം കയറിയും കൊളുത്തി, 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഹിറ്റായി. നമ്മള് ടിക്കറ്റ് കിട്ടും, ഭയങ്കര തിരക്കല്ലേ. പിന്നെ അതുമല്ല ഇവളുടെ വോയിസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ, മല്ലച്ചെടിയാണ് നമ്മുടെ പ്രതീക്ഷ, നമുക്ക് ഇത് നോക്കുന്നില്ല. അപ്പൊ പർവ്വതീഷ് ഈ പാട്ട് പാടിക്കാൻ നേരത്തെ ഞാനിവിടെ ഇല്ല, ഞാൻ ഷോയ്ക്ക് വേണ്ടി ഇവിടെ പോയിക്കോണം. അപ്പൊ അനിയനെ കൊണ്ടുപോകണേ, ഞാനില്ലാത്തപ്പോ അനിയനാണ് കൊണ്ടുപോകണേ. അപ്പൊ എനിക്കറിയില്ല ഇങ്ങനെ ഒരു വരി പാടിച്ച കാര്യമൊന്നും. പിന്നെയാണിത് അങ്ങനെ ഒരു അതായത്. അതെ, ശരിക്കും ആ ഒരു പാട്ട്, ആ വരി കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു വിങ്ങലാണ്. ശരിക്കും ആ ചേട്ടൻ അനിയത്തി അല്ലെങ്കിൽ അനിയൻ ചേട്ടൻ ബന്ധത്തെ ദൃഢമാക്കുന്ന ഒരു സാധനമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ വരും, ഭയങ്കര സങ്കടം വരും. ഇപ്പോഴും കേൾക്കുമ്പോഴും ഒരു വിങ്ങൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആശാ മൂവിയിലെ കുഞ്ഞിക്കവിൾ മേഘമ ഈ പാട്ട് കേൾക്കുമ്പോഴും. അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ? കമന്റ്സ് ഇടയ്ക്ക് മിക്കവരും നോക്കാറുണ്ട്. കമന്റ്സിലൊക്കെ പറയുന്നത് ഈ വരി കേൾക്കുമ്പോ ഭയങ്കര വിങ്ങലാണ്, വെറുതെ ഇരുന്നാലും ഭയങ്കര സന്തോഷത്തിലിരുന്നാലും ഈ ഇത് കേൾക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു സാധനം കൊളുത്തി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. മോൾക്ക് എന്താ തോന്നുന്നത് ഇപ്പോ? എനിക്ക് ഭയങ്കര സന്തോഷാണ്. ഇപ്പൊ കൊറേ മൂവിയിൽ പാടിയിട്ടുണ്ട്. അതെ, ഈ പള്ളിച്ചട്ടമ്പി, മോഹിനിയാട്ടം, അതിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. വോയിസ് ഉണ്ട് യൂട്യൂബ് ക്രെഡിറ്റ്സിൽ നോക്കി അറിയാം. അതെ അതെ. മിക്ക ഇപ്പൊ എറണാകുളത്ത് തന്നെ ഒരു 10-12ഓളം കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില സമയത്ത് 8 പേര് വേണ്ടി വരും, ചിലപ്പോ 10 പേര് വേണ്ടി വരും, ചിലപ്പോ 3 പേര് വേണ്ടി വരും. അപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വിളിച്ചാലും ഒരു 5 പേരെങ്കിലും മിനിമം കൊണ്ടുവന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, ഞാൻ പ്രത്യേകിച്ച്. അപ്പം അതുപോലെ ഇപ്പൊ കൊച്ചിയിലാണല്ലോ ഏറ്റവും കൂടുതൽ വർക്കുകളൊക്കെ, പടത്തിന്റെ അടക്കം വർക്കുകൾ. പണ്ട് ചെന്നൈ ആയിരുന്നു, ചെന്നൈയിലുണ്ട് ഇപ്പോഴും, എന്നാലും കൊച്ചി ഒരു സിനിമയുടെ ഒരു വലിയൊരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ച് മ്യൂസീഷ്യൻസിന്റെ. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. കൊച്ചിയിൽ തന്നെ നമ്മൾ വേണ്ടി ചവിട്ടാനിക്കാനാണ് ഇവിടെ. എന്റെ വീട്ടിൽ നിന്ന് ഈ സ്റ്റുഡിയോസിലൊക്കെ ഏകദേശം 1 മണിക്കൂർ താഴെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഇങ്ങോട്ടേക്ക് 1/2 മണിക്കൂറുള്ളൂ ആ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഈ സ്റ്റുഡിയോയിലിട്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ നിൽക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഇവിടെ പെട്ടെന്നായിരിക്കും നമ്മളൊരു വർക്ക് ഉണ്ട്, പെട്ടെന്ന് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ കൊച്ചിനെ കൊണ്ട് വരാൻ പറ്റുമോ, ഒരു 3 പേരെ കൊണ്ട് വരാൻ പറ്റുമോ, നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യണം. നില തന്നെയാണ് നിങ്ങളുടെ കൂട്ടുകാരികളെ വിളിക്കണം. അതെ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ അറിയാൻ സാത്വികയാണ് അല്ലെ. സാത്വികനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സാത്വിക എന്താണ്, നന്നായിട്ട് പാടും. അതെ, നന്നായിട്ട് പാടും. ഭയങ്കര കൂട്ടാണോ നിങ്ങൾ തമ്മില്? ഞങ്ങള് എല്ലാ റെക്കോർഡിങ്സിലും ഉണ്ടാവാറുണ്ട്. അതെ. സാത്വികയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് വാനിലച്ചെടി. വാനിലച്ചെടിയാണല്ലേ ഇഷ്ടം. ആ വാനിലച്ചെടിയെ നമുക്കൊന്ന് കേട്ടാലോ? പാടിയോ? ഇപ്പൊ സാത്വിക ഇല്ലാത്തോണ്ട് സാത്വികയുടെ പോർഷൻ നില പാടാണ്. ഓക്കെ. വാനിലച്ചെടിയെ വാനോളം വളര്, വാനിലച്ചെടിയെ വാനോളം വളര്, ആ നിനക്കു ചമഞ്ഞാടാനാ തിരുവരകളൽ വിധിയൊരുക്കിടം, വളമായി ഞാൻ മാറിയിടാം, ചെറുതണലിതിൽ ലോകം തിരഞ്ഞിടാം. പച്ചത്തുള്ള നീലിമുട്ട നീലപ്പേനോ അഴക്, പുഴുകളോ മണ്ടരിയോ കലകളിൽ നിന്നും അകല്, വാനിലച്ചെടിയേ വാനിലച്ചെടിയേ. അപ്പൊ ഹാറ്റ് സ്മിത്ത് രജത്തിന് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ, ഈ പാട്ടൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ പാടിച്ചതിന്.